ഹായ് ഫ്രണ്ട്സ്, PR എമ്പുന്നാട് എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്നൊരു മത്തിക്കറി ആയിട്ടാണ് വന്നിട്ടുള്ളത്. മത്തിക്കറി ഇതുവരെ ഞാൻ വെക്കാത്ത രീതിയിലാണ് ഇന്ന് വെക്കുന്നത്. എൻ്റെ ഒരു ഫ്രണ്ട്സ് പറഞ്ഞു തന്ന രീതിയിലാണ് ആ വീഡിയോ ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കലാന്ന്. ഓക്കെ, അതിനുവേണ്ടി ഇത്രയും മത്തിയുണ്ട്. ഇത് നന്നാക്കി എടുത്തിട്ട് വരാം. ഈ മീൻ മുളകിടാൻ വേണ്ടി ആദ്യം തന്നെ തക്കാളി, ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും ഇത് നന്നായി വഴറ്റുക. അത് വഴറ്റുമ്പോൾ അതിൻ്റെ കൂടെ തന്നെ കുരുമുളക്, നല്ല നാടൻ കുരുമുളക്, ഇത് വലിയ ജീരകം, പെരിഞ്ജീരകവും ഒരു 6 ഏലക്കായും ഇതും കൂടി നമുക്ക് ഇതിലേക്കിട്ട് വഴറ്റണം. അത് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് കുരുമുളകും ഏലക്കായും പെരിഞ്ജീരകവും. ഇതിലേക്ക് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് ഇത്രയും മുളക് പൊടി, 1/4 സ്പൂണ് മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ കറിക്ക് ആവശ്യമുള്ള മുളക് പൊടി. പൊടികളെല്ലാം നമ്മൾ ഇതിൽ തന്നെയാണ് വഴറ്റുന്നത്. കുരുമുളക് ഇട്ടത് കൊണ്ട് ഞാൻ 2 സ്പൂണ് മുളക് പൊടിയേ ഇട്ടിട്ടുള്ളൂ. കുരുമുളകിന് എരിവുണ്ടാവുമല്ലോ. 1 സ്പൂണ് മല്ലിപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ ഇത് നന്നായിട്ട് വരണ്ട് വന്നിട്ടുണ്ട്. ഇത് നമുക്ക് ഒന്ന് ആറിക്കഴിഞ്ഞതിന് ശേഷം അരച്ചെടുക്കണം. മിക്സീൻ്റെ ജാറിൽ നല്ലപോലെ അരച്ചെടുക്കണം. ഇത് മിക്സി ജാറിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇത് അരച്ച് വരാം. അതിൻ്റെ കൂടെ തന്നെ ഇത്രയും പുളി എടുത്തിട്ടുണ്ട് ഞാൻ. അതും ഇതിൻ്റെ കൂടെയാണ് അരച്ചെടുക്കുന്നത്. ഈ പുളി തക്കാളി ഉള്ളത് കൊണ്ട് ഞാൻ ഇത്രയേ പുളി എടുത്തിട്ടുള്ളൂ. പുളിയെല്ലാം ആവശ്യത്തിന് എടുക്കാം. അതും കൂടി ഇതിൻ്റെ കൂടെ തന്നെ അരച്ചെടുക്കലാം. അപ്പോൾ എൻ്റെ അരപ്പ് കണ്ടോ, ഇത് നല്ലപോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കറി വെക്കാം. ഞാൻ മൺചട്ടിയാണ് വെച്ചിട്ടുള്ളത്. ചട്ടി ചൂടായി, എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ കുറച്ച് ഉലുവയും കൂടി ഇടാൻ പോക്കാന്ന്. ഉലുവയിട്ട് പിന്നെ കുറച്ച് ഇഞ്ചിയും പച്ചമുളകും ഇത് ഞാൻ ഇട്ട് കൊടുത്തില്ല. ഇത് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇതും കൂടി ചേർത്ത് കൊടുക്കണം. ഉലുവേൻ്റെ കളറ് മാറുന്നുണ്ട്. ഇതിലേക്ക് ഞാൻ ഇഞ്ചിയും പച്ചമുളകും രണ്ടും ഒരുമിച്ച് ചേർത്ത് കൊടുക്കണം. ഇതിൻ്റെ ആ പച്ചമണലൊന്ന് മാറി കിട്ടിയിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള അരപ്പ് ചേർത്ത് കൊടുക്കണം. ഒട്ടും വെള്ളം ചേർക്കാതെയാണ് ഞാൻ ആ വഴറ്റിയതെല്ലാം അരച്ചിന് നന്നായിട്ട് ഇതായിട്ടുണ്ട്. ഇനി ഞാൻ ആ ജാറ് കഴുകിയിട്ട് കുറച്ച് വെള്ളം ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഞാൻ ഈ ഒരു അളവിൽ വെള്ളം ചേർത്തിട്ടുണ്ട്. നന്നായി വെള്ളം ചേർത്തിട്ടുമില്ല, എന്നാൽ തീരെ ഇതുമായിട്ടുമല്ല ഉള്ളത്. ഈ ഒരു ഇതിലാന്നുള്ളത്. വെള്ളം പിന്നെ നമുക്ക് ആവശ്യമുള്ള രീതിയിൽ എടുക്കാം. അപ്പോൾ കറി നന്നായി തിളക്കുന്നുണ്ട്. അതിലേക്ക് ഞാൻ മീൻ ചേർത്ത് കൊടുക്കലാണ്. കഴുകി എടുത്ത് വെച്ചിട്ടുള്ള മീൻ അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കലാണ്. മീനും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തു. ഇനി ഒരു തിളയും കൂടി അങ്ങ് തിളച്ചാൽ മതി. കറി തിളക്കുമ്പോൾ 2 തണ്ട് കറിവേപ്പിലയും കൂടി ഞാൻ ഇട്ട് കൊടുത്തു. വാവ്, നല്ല സ്മെല്ലെല്ലാം വന്നിട്ടുണ്ട്. നല്ലൊരു എന്നാ പറയണ്ട ആയൊരു ഇതുപോലെയാണുള്ളത്. അപ്പോൾ എൻ്റെ മീൻ കറി റെഡിയായി. സൂപ്പർ ടേസ്റ്റാണ്. ഞാൻ പറഞ്ഞില്ല, ആദ്യമായിട്ട് ഞാൻ ഉണ്ടാക്കിയതാണ്. പക്ഷെ ഇതിൻ്റെ ടേസ്റ്റും ആ സ്മെല്ലും ഒന്നും പറഞ്ഞറിയിക്കാൻ പറ്റില്ല. നമുക്ക് ഏലക്കായ്, കുരുമുളക്, പെരിഞ്ജീരകം എല്ലാം അരച്ച് ചേർത്തത് കൊണ്ട് ഒരു വേറെ തന്നെ ഒരു ടേസ്റ്റാണ് ഇതിന്. ഇത് ചോറിനേക്കാളും കോമ്പിനേഷൻ എനിക്ക് തോന്നുന്നു നല്ല ചൂട് പൊറോട്ട അല്ലെ ചപ്പാത്തി അതിൻ്റെ കൂടെ കഴിക്കാനായിരിക്കും ഏറ്റവും കൂടുതൽ ടേസ്റ്റ്. അപ്പോൾ എൻ്റെ മീൻ കറി റെഡിയായി. നല്ല ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഒരു ടേസ്റ്റ് ഒരു പ്രത്യേക ടേസ്റ്റാണ്. അത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക.
പിന്നെ എല്ലാവരും നമ്മളെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും കൂടി ചെയ്യണം, ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ഇടണം, എല്ലാം ചെയ്യണം. പിന്നെ ഇതുപോലുള്ള മറ്റ് വീഡിയോ ആയി വരുന്നത് വരെ ബായ്.